Hi friends, welcome back to my channel and enjoy my video. ജോൺ എന്ന ആളുടെ കുസൃതിക്കാരനായ ഗാർഫീൽഡ് എന്ന പൂച്ചയും അവൻ്റെ കൂടെ നടക്കുന്ന ഓഡി എന്ന ഡോഗിനെയും പറ്റി നമ്മൾ പലതിലും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകും. എന്നാൽ ഗാർഫീൽഡിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള മറ്റൊരു പൂച്ച ഉണ്ടാവുകയും അതൊരു ഇംഗ്ലണ്ടിലെ രാജകുമാരനുമാണെങ്കിൽ അപ്പോൾ ഇവർ തമ്മിൽ മാറിപ്പോയാലോ? ഈ ഒരു ടോപ്പിക്കിൽ 2006 ടിം ഹിൽ എന്ന ഡയറക്ടർ ചെയ്ത ആനിമേഷൻ കോമഡി മൂവിയാണ് ഗാർഫീൽഡ് എ ടെൽ ഓഫ് ടു കിറ്റീസ് എന്ന മൂവി. മൂവിയിൽ മൃഗങ്ങൾ സംസാരിക്കുമെങ്കിലും അത് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയില്ല. എന്നാൽ ഓഡിക്ക് മറ്റുള്ള മൃഗങ്ങളെ പോലെ സംസാരിക്കാൻ കഴിയില്ല. അവൻ സാധാ ഡോഗുകളെ പോലെ സൗണ്ട് ഉണ്ടാക്കുക മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുടക്കത്തിൽ ഒരാൾ നമ്മോട് പറയുന്നുണ്ട് ഇംഗ്ലണ്ടിലെ ഒരു അതിമനോഹരമായ കൊട്ടാരവും ആ കൊട്ടാരത്തിലെ രാജാവിനെ പറ്റിയും ആ രാജാവിനെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകില്ല എന്നും പറയുന്നു. എന്നിട്ട് ഒരു മണിശബ്ദം കേൾക്കുന്നു. അത് നേരെ പോകുന്നത് ആ കൊട്ടാരത്തിലെ അടുക്കളയിലേക്കാണ്. ആ ശബ്ദം കേട്ട ഉടനെ ആ കൊട്ടാരത്തിലെ ആളുകൾ ഫുഡൊക്കെ റെഡിയാക്കി ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നു. അയാളുടെ പേരാണ് മൈക്കിൾ. ഇപ്പോഴാണ് ആ കൊട്ടാരത്തിലെ രാജകുമാരനെ കാണിക്കുന്നത്. അതൊരു പൂച്ചക്കുട്ടിയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലേ? ഈ പൂച്ച ഈ കൊട്ടാരത്തിൽ വളരെ സുഖസൗകര്യങ്ങളോട് കൂടിയാണ് ജീവിക്കുന്നത്. എന്നിട്ട് ആ തുടക്കത്തിൽ പറഞ്ഞ ആൾ വീണ്ടും പറയുന്നുണ്ട്, രാജകുമാരനാകാൻ രാജകൊട്ടാരത്തിൽ ജനിക്കണമെന്നില്ല, ദാ ഇവനെ പോലെ ആയാൽ മതി എന്ന് പറഞ്ഞ് മറ്റൊരു പൂച്ചയെ കാണിക്കുന്നു. ഈ മൂവിൽ 2 ഹീറോ ഉണ്ടെങ്കിലും ഇതിലെ മെയിൻ ഹീറോ ഇവനാണ്, ഗാർഫീൽഡ്. ഇവൻ ജോൺ എന്ന ഉടമസ്ഥന്റെ കൂടെയാണ് ജീവിക്കുന്നത്. ജോണിന് ഗാർഫീൽഡ് എന്ന പൂച്ചയല്ലാതെ ഓഡി എന്ന് പറഞ്ഞ ഒരു നായ്ക്കുട്ടിയും ഉണ്ട്. ജോൺ തൻ്റെ ലവറിനു വേണ്ടി പ്രപ്പോസ് ചെയ്യാൻ വീട്ടിൽ ഒരു ഡിന്നർ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അവളുടെ പേരാണ് ലിസി വില്യംസ്. അവൾ ഒരു മൃഗ ഡോക്ടറും കൂടിയാണ്. ജോൺ അവളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് കരുതി ടെൻഷനായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും ഗാർഫീൽഡിന് ഇഷ്ടമാകുന്നില്ല. പെട്ടെന്ന് തന്നെ ലിസി അവിടേക്ക് വരുന്നു. ലിസി വളരെ സന്തോഷത്തിൽ വന്നിട്ട്, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്, നിനക്ക് കാരണം എന്താണെന്നറിയുമോ എന്ന് ചോദിക്കുന്നു. ജോൺ അറിയില്ലെന്ന് പറയുന്നു. അപ്പോൾ ലിസി, എനിക്ക് ഇംഗ്ലണ്ടിലെ ഒരു രാജകുമാരനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകണം. ഇത് കേട്ട ജോണിന് ഒരു സങ്കടം തോന്നും. അതുകൊണ്ട് ഇന്ന് തന്നെ വേഗം പ്രപ്പോസ് ചെയ്യാമെന്ന് കരുതി അവൻ തൻ്റെ റിങ് നോക്കുമ്പോൾ റിങ് അവൻ്റെ പോക്കറ്റിൽ കാണുന്നില്ല. അത് എവിടെ വെച്ചതെന്നും അവനക്ക് ഓർമ്മ വരുന്നില്ല. ജോണിനൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ലിസി, എന്നാൽ ഞാൻ പോകുകയാണ്, നാളത്തെ കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ജോൺ ഇന്നും പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല എന്ന വിഷമത്തിൽ ഗാർഫീൽഡിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഗാർഫീൽഡ് ആ റിംഗ് ബോക്സ് വെച്ച് കളിക്കുന്നുണ്ടാകും. അപ്പോൾ നീയാണോ ഇത് ഒളിപ്പിച്ചു വെച്ചത്? ജോൺ ഗാർഫീൽഡിനോട് ചോദിക്കുന്നു. ഗാർഫീൽഡ്, ഓ അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രപ്പോസും കൊള്ളായി, അപ്പോൾ ഈ റിങ് വെച്ചിട്ട് എനിക്കെന്തെങ്കിലും ഫുഡ് വാങ്ങിത്താ എന്ന് പറയുന്നു. അപ്പോൾ ജോൺ, അങ്ങനെയും ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ജോൺ പിറ്റേ ദിവസം ഗാർഫീൽഡിനേറ്റും ഓടിയേറ്റും ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഗാർഫീൽഡ്, ഞാൻ പറഞ്ഞത് വിട്ട് കളഞ്ഞേക്ക്, നിന്റെ ഐഡിയ ആ റിങ് വിറ്റ് ഇംഗ്ലണ്ടിലേക്ക് പോകാനല്ലേ, ഞങ്ങൾ ഇപ്പോൾ എവിടെ കൊണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ നേരെ പോകുന്നത് മെൽസിനെ കെയർ ചെയ്യുന്ന ഒരു ക്ലിനിക്കിലേക്കാണ്. അവിടെ ജോൺ, ഞാൻ വരുന്നത് വരേക്കും എൻ്റെ ക്യാറ്റിനെയും ഡോഗിനെയും വളരെ നന്നായി തന്നെ നോക്കണം. അപ്പോൾ ഗാർഫീൽഡ് അവിടെ ഒരു കൂട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്ര നാളും ഫ്രീ ആയി നടന്നിരുന്ന ഗാർഫീൽഡിന് പെട്ടെന്ന് കൂട്ടിലായപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ആ കൂട്ടിൽ പിടിച്ച്, എന്നെ പുറത്തേക്ക് അയക്കൂ, ഞാനൊരു രാജാവിനെ പോലെയാണ് ജീവിച്ചിരുന്നത്, എന്നെ ഇങ്ങനെ കൂട്ടിലടക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർ ശരിക്കും പോലെ പൂട്ടാത്തത് കൊണ്ട് ആ കൂട് തനിയെ തുറന്നു വരുന്നു. ജോൺ അപ്പോൾ ഗാർഫീൽഡിനും ഓടിക്കും വേണ്ടിയ വസ്തുക്കൾ അവർക്ക് കൊടുക്കുന്നുണ്ടാകും. ഗാർഫീൽഡ് ആ തക്കത്തിൽ ജോണിൻ്റെ കാറിൽ കയറാൻ നോക്കും. ഗാർഫീൽഡിൻ്റെ പിന്നാലെ വന്ന ഓടിയും കാറിൽ കയറാൻ നോക്കുമ്പോൾ ഗാർഫീൽഡ്, നീ എന്തിനാ വന്നത്, നിനക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ, ഞാൻ മാത്രം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓടിയെ തടയുമ്പോൾ ജോൺ പെട്ടെന്ന് വരുന്നത് കണ്ട് ഗാർഫീൽഡ് ഓടിയെ കാറിനകത്ത് കയറ്റുന്നു.
എന്നിട്ട് ജോണിൻ്റെ ലഗേജിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി അവർ രണ്ടുപേരും അതിൽ ഭദ്രമായി ഒളിച്ചു. പിന്നീട് കാണിക്കുന്നത് ഇംഗ്ലണ്ടിലെ ആ കൊട്ടാരമാണ്. കഥയുടെ തുടക്കത്തിൽ നമ്മോട് പറഞ്ഞ് അയാൾ വീണ്ടും പറയുന്നുണ്ട്, രാജകുമാരി മരിച്ചിരിക്കുന്നു. രാജകുമാരി എഴുതിയ വിൽപത്രം വായിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. എന്നിട്ട് ഒരു വയസ്സായ ആളെ കാണിക്കുന്നു. ഈ കഥയുടെ വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇയാളെ വിളിക്കാം. ഇയാളുടെ പേരാണ് ഡർജിസ്റ്റ്. ഈ കൊട്ടാരത്തിന്റെ അധികാരം കൈപ്പറ്റി രാജകുമാരനെയും, രാജകുമാരി ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് അവരുടെ വളർത്തു മൃഗങ്ങളെയും ഇവിടെ നിന്നും ഓടിച്ച് ഈ കൊട്ടാരത്തിന്റെ ഭാഗത്ത് കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുക എന്നതാണ് ഇയാളുടെ ലക്ഷ്യം. പിന്നീട് രാജകുമാരിയുടെ വിൽപത്രം വായിക്കാനുള്ള സമയമായി. അത് കേൾക്കാനായി ആ കൊട്ടാരത്തിലുള്ള മൃഗങ്ങളും രാജകുമാരനും ഡർജിസ്റ്റും മൈക്കിളും അങ്ങനെ ഒരുപാട് പേർ അവിടെയുണ്ട്. കൊട്ടാരത്തിന്റെയും അവിടെയുള്ള മൃഗങ്ങളുടെയും മേൽനോട്ടം മൈക്കിളിനാണ് ഉള്ളത്. ഡർജിസ്റ്റ് രാജകുമാരി തന്റെ പേരിലാണ് ഈ കൊട്ടാരം എഴുതിയിരിക്കുന്നത് കരുതി ആദ്യം തന്നെ നിങ്ങൾ അത് വായിക്കണമെന്നില്ല. അത് എല്ലാവർക്കും അറിയാം, രാജകുമാരി എനിക്ക് തന്നെയാവും എഴുതിയിട്ടുണ്ടാകുകയെന്ന്. പക്ഷേ അവർ വായിച്ചത് ഇവിടെയുള്ള പൂച്ചക്കാണ് ഈ കൊട്ടാരത്തിന്റെ അധികാരം എന്ന് കേട്ട രാജകുമാരനും അവിടെയുള്ള മൃഗങ്ങൾക്കും സന്തോഷമാകുന്നു. ഉടനെ തന്നെ വളരെ ദേഷ്യത്തിൽ ഡർജിസ്റ്റ്, നിങ്ങൾ എന്ത് തെറ്റായ കാര്യമാണ് ഈ വായിക്കുന്നത്? രാജകുമാരി ഒരിക്കലും എന്നോടിങ്ങനെ ചെയ്യില്ല. ശരിയായി നോക്കി വായിക്കുക എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ, ഞങ്ങൾ രാജകുമാരി എഴുതിയത് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് മാസം 10,000 രൂപ തരാൻ മാത്രമാണ് രാജകുമാരി പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ രാജകുമാരൻ്റെ കാലശേഷം മാത്രമേ ഈ കൊട്ടാരത്തിൻ്റെ ചുമതല നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഡർജിസ്റ്റ് മനസ്സിൽ എങ്ങനെയെങ്കിലും ആ വൃത്തികെട്ട പൂച്ചയെ ഇവിടെ നിന്നും ഓടിക്കണം എന്ന് വിചാരിക്കുന്നു. കൊട്ടാരത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. മാത്രവുമല്ല ആ കൊട്ടാരത്തിലെ രാജകുമാരൻ ഇപ്പോൾ ഒരു പൂച്ചയുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സന്ദർശിക്കാൻ ഒരുപാട് പേർ വരുന്നു. പക്ഷെ ഇതൊന്നും ഡർജിസ്റ്റിന് ഇഷ്ടമാകുന്നില്ല. രാജകുമാരനായ പ്രിൻസ് അവിടെയുള്ള മറ്റു മൃഗങ്ങളെ കാണാൻ പോകുന്നു. രാജകുമാരന്റെ കൂടെയുള്ള ആ ഡോഗ് മന്ത്രിയെ പോലെയാണ് രാജകുമാരന്റെ കൂടെ നിൽക്കുന്നത്. മറ്റുള്ള മൃഗങ്ങളോട് രാജകുമാരൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഡർജിസ്റ്റ് നമ്മളെ ഇവിടെ നിന്നും പറഞ്ഞയക്കില്ല. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെയും വസ്തുക്കളെയും ഞാൻ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന വഴിയിൽ വെച്ച് ഡോഗ് രാജകുമാരനോട്, ആ ഡർജിസ്റ്റിനെ കണ്ണും മടച്ച് വിശ്വസിക്കണ്ട. അവൻ രാജകുമാരനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ രാജകുമാരൻ, അങ്ങനെയൊന്നുമില്ല, ഡർജിസ്റ്റ് കുഴപ്പമില്ല ഞാൻ എന്നും മറുപടി നൽകുന്നു. എന്നാൽ രാജകുമാരനെ ഒറ്റയ്ക്ക് കിട്ടിയ തക്കത്തിൽ ഡർജിസ്റ്റ് നല്ലവനായി, രാജകുമാര നമുക്ക് ഒളിച്ചു കളിക്കാം എന്ന് പറഞ്ഞ് രാജകുമാരനെ ഒരു കൊട്ടയിലാക്കുന്നു. എന്നിട്ട് നേരെ പോയി ഒരു പുഴയിലേക്ക് വലിച്ചെറിയുന്നു. രാജകുമാരൻ പോയി എന്ന സന്തോഷത്തിൽ ഡർജിസ്റ്റ് അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ അതെല്ലാം ഒരു കാക്ക കാണുന്നുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് ജോണിനെയാണ്. ജോൺ ഇംഗ്ലണ്ടിൽ എത്തിയിരിക്കുന്നു. ലിസിയുള്ള അതേ ഹോട്ടലിൽ തന്നെ ഒരു റൂമും എടുക്കുന്നു. എന്നിട്ട് അവിടുത്തെ വെയിറ്ററോട് എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. വെയിറ്റർ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ജോൺ, ഞാൻ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ വെയിറ്റർ അവിടെ ഉണ്ടായിരുന്ന പൂവ് ജോണിന് എടുത്തു കൊടുക്കുന്നു. ജോൺ അപ്പോൾ റൂം നമ്പർ 47 ലേഡിക്ക് ഈ ഒരു കത്ത് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. കൂടെ ഒരു റോസും കൊടുക്കുന്നു. ഉടനെ തന്നെ അവിടേക്ക് ലിസി വരുന്നു. ലിസിക്ക് ജോണിനെ കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളെ കാണാൻ വേണ്ടി ജോൺ ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലിസിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും ജോണുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജോണിൻ്റെ ബാഗ് തനിയെ തുറക്കുകയും അതിൽ നിന്ന് ഓടി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഓടിയെ കണ്ട ജോണും ലിസിയും, ഓടി നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ പിന്നാലെ തന്നെ നമ്മുടെ ഗാർഫീലും എത്തുന്നു. എന്തൊരു ചൂടായിരുന്നു ഈ ബാഗിൻ്റെ ഉളച്ചും കൂടി കഴിയുകയാണെങ്കിൽ ഞാൻ ചത്തുപോയേനെ എന്ന് പറയുന്നു. അപ്പോൾ ലിസി, ഈ എയർപോർട്ട് ചെക്കിങ്ങിലൊക്കെ ഇവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു. ജോൺ തൻ്റെ ബാഗിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ജോൺ എടുത്തു വെച്ച ഡ്രസ്സൊന്നും ഉണ്ടായില്ല. അതൊക്കെ എവിടെ പോയി എന്ന് ജോൺ ചോദിച്ചപ്പോൾ ഗാർഫീൽ, അത് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. കൊട്ടാരത്തിലപ്പോൾ ഡർജിസ്റ്റ് രാജകുമാരനെ വലിച്ചെറിഞ്ഞത് കണ്ട കാക്ക ആ കാര്യം അവിടെയുള്ള മറ്റു മൃഗങ്ങളോടായി വന്ന് പറയുന്നു. അത്
അത് ഒരു എലിയാണ് കേൾക്കുന്നത്. ആ എലി വന്നിട്ട് നമ്മുടെ രാജകുമാരനെ ഡർജിസ്റ്റ് ഒരു കൊട്ടയിലാക്കി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളെയും ഇവിടെ നിന്നും ഓടിക്കും. നമ്മൾ ഇനി എന്തു ചെയ്യും? രാജകുമാരൻ വരുന്നത് വരെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നൊക്കെ അവിടെ ഉണ്ടാവുന്ന മറ്റു മൃഗങ്ങൾ പറയുന്നു. പിന്നീട് ഹോട്ടലിൽ ജോണും ലിസിയും വളരെ ഹാപ്പിയായി സന്തോഷിച്ച് ഓരോന്നും പറഞ്ഞിരിക്കുന്നുണ്ടാകും. ഓടിയാണെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ട പാവയെ അന്വേഷിക്കുകയായിരിക്കും. ഗാർഫീൽഡിന് അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ലിസി, അയ്യോ എനിക്കിപ്പോൾ പുറത്തു പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോൾ ജോണും അവളുടെ പിന്നാലെ പോകുന്നു. ആ അവസരത്തിൽ ഗാർഫീൽഡ് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാമെന്ന് നോക്കുന്നു. പക്ഷേ ജോൺ, നീ പുറത്ത് പോകാൻ പാടില്ല, ഈ സിറ്റിയൊന്നും നിനക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. കൊട്ടാരത്തിലാണെങ്കിൽ മൈക്കിൾ രാജകുമാരനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. രാജകുമാരൻ എവിടെയാണെന്നറിയാത്തത് കൊണ്ട് ഡർജിസ്റ്റിൻ്റെ അടുത്ത് വന്നു മൈക്കിൾ, നിങ്ങൾ രാജകുമാരനെ കണ്ടു, ഞാൻ ഒരുപാട് സമയമായി അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഡർജിസ്റ്റ്, എനിക്കറിയില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ടു മൃഗങ്ങൾ, എന്തു നുണയനാണ് ഇവനല്ലേ നമ്മുടെ രാജകുമാരനെ കൊട്ടയിലാക്കി വലിച്ചെറിഞ്ഞത് എന്ന് പറയുമ്പോൾ ഡർജിസ്റ്റ് ആ മൃഗങ്ങൾക്ക് നേരെ വെടി വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ മൈക്കിൾ, മിണ്ടാൻ പറ്റാത്ത മൃഗങ്ങളെ ഉപദ്രവിക്കരുത്, അവർ ദൈവത്തിന് തുല്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഡർജിസ്റ്റ് മൈക്കിളിനെ അവിടുന്ന് നൈസായി ഒഴിവാക്കിയിട്ട് അവരെ വെടിവെക്കാൻ നോക്കുമ്പോഴത്തേനും അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. പിന്നീട് കാണുന്നത് ഹോട്ടൽ റൂമിൽ ബോറടിച്ചിരിക്കുന്ന ഗാർഫീൽഡിനെ ആണ്. പെട്ടെന്നാണ് TV ന്യൂസിൽ 2 ഡോഗുകളെ പറ്റി പറയുന്നത്. രാജകുടുംബത്തിൽ ജനിച്ച ആ ഡോഗുകൾ ഇപ്പോൾ നാട് ചുറ്റും കാണാൻ വേണ്ടി പോവുകയാണ്. അത് കണ്ട ഗാർഫീൽഡ്, ഇങ്ങനെയൊരു രാജകുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം വേണം, എൻ്റെ തലവിധി ഇവൻ്റെ കൂടെയൊക്കെ താമസിക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അവിടേക്ക് റൂം ക്ലീൻ ചെയ്യാൻ ഒരു ലേഡി വരുന്നു. ഗാർഫീൽഡ് അപ്പോൾ ഓടി ഇവരുടെ കണ്ണു വെട്ടിച്ച് നമുക്ക് ഈ റൂം കടന്ന് ഈ നാട് മൊത്തം ചുറ്റിക്കറങ്ങാമെന്ന് പറഞ്ഞ് ആ ലേഡി കാണാതെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവർ ആ നാട് മൊത്തം കാണുകയാണ്. അങ്ങനെ കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ഒക്കെ കഴിയുമ്പോൾ അവർ ന്യൂസ് കണ്ട അതേ സ്ഥലത്തെത്തുന്നു. അവിടെ ഒരാൾ സ്റ്റാച്യു ആയി നിൽക്കുന്നത് കണ്ട ഗാർഫീൽഡ്, നീ അനങ്ങത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോപ്രായങ്ങൾ കാട്ടുന്നു. എന്നിട്ടും അയാൾ അനങ്ങാത്തത് കണ്ടിട്ട്, ഓ നീ അനങ്ങിയില്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നു. അപ്പോഴാണ് വളരെയധികം പ്രൗഡിൽ ആ 2 ഡോഗുകളെയും കൊണ്ടുപോകുന്നത്. അത് കണ്ട ഗാർഫീൽഡ്, എൻ്റെ കൂടെയും ഉണ്ട് ഒരു ഡോഗ് എന്ന് പറഞ്ഞ് ഓടിയെ നോക്കുമ്പോൾ ഓടി അവൻ്റെ കാര്യം തീർക്കുകയാണ് ആ സ്റ്റാച്യു ആയ ആളുടെ കാലിൽ. അത് കണ്ട ആൾ വളരെ ദേഷ്യപ്പെട്ട് അവരെ അവിടെ നിന്നും ഓടിക്കുകയാണ്. പിന്നീട് നമ്മുടെ രാജകുമാരനെയാണ് കാണിക്കുന്നത്. രാജകുമാരൻ ഡ്രെയിനേജിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഗാർഫീൽഡ് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങുന്നത് മൈക്കിളുമാണ്. മൈക്കിൾ വന്നിട്ട്, രാജകുമാര നിങ്ങൾ ഇവിടെയായിരുന്നു, ഞങ്ങൾ കൊട്ടാരത്തിൽ എവിടെയെല്ലാം തിരഞ്ഞു എന്ന് പറഞ്ഞ് ഗാർഫീൽഡിനെ രാജകുമാരനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. ഗാർഫീൽഡ് അപ്പോൾ ഓടി എന്നെ രക്ഷിക്ക്, ഇയാളിത് എന്നെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ കാറിനകത്ത് അവൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കണ്ട് അവൻ അതിൽ മയങ്ങുകയാണ്. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ഓടി ആ കാറിന് പിന്നാലെ ഓടുകയും കുറച്ചു ദൂരം ചെന്നപ്പോൾ ഓടിയുടെ കണ്ണിൽ നിന്ന് ആ കാറ് മറഞ്ഞു പോവുകയും ചെയ്യുന്നു. പക്ഷേ ഓടി നിൽക്കുന്നതിന് തൊട്ടു ബാക്കിലായിട്ട് തന്നെയാണ് രാജകുമാരൻ കുടുങ്ങിയ ഡ്രൈനേജും ഉള്ളത്. അതിൽ നിന്ന് പുറത്ത് വന്ന രാജകുമാരൻ, ഇത്രയും നേരം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഞാൻ കടിച്ചു പിടിച്ച് പെട്ടെന്ന് തിരിഞ്ഞ ഓടിയോട് രാജകുമാരൻ, എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടാക്കാമോ? എനിക്കിവിടെയുള്ള ആൾക്കാരെയും സ്ഥലമൊന്നും പരിചയമില്ല, എനിക്ക് കൊട്ടാരം മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓടിയെയും ഗാർഫീൽഡിനെയും അന്വേഷിച്ച് നടന്നിരുന്ന ജോൺ പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തിരഞ്ഞു, റൂമിൽ നിങ്ങളെ ആക്കിയിട്ടല്ലേ ഞങ്ങൾ പോയത് എന്നൊക്കെ പറയുമ്പോൾ രാജകുമാരൻ, ഞാൻ രാജകുമാരനാണ്, എന്നെ കൊട്ടാരത്തിൽ കൊണ്ടാക്കുമോ, എന്നെ ഇവിടെ ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗാർഫീൽഡിനെ കാണിക്കുന്നു. ഗാർഫീൽഡ് മൈക്കിളിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ അപ്പോൾ ഡർജിസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച്, രാജകുമാരനെ കാണാനില്ല, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ഇനി എന്തു ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ, നിങ്ങൾ അന്വേഷിക്കൂ, രാജകുമാരൻ എവിടെ പോകാൻ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഡർജിസ്റ്റ്, രാജകുമാരൻ ഇനി വരുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ ആ വിൽപത്രം മാറ്റി എഴുതിയേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് രാജകുമാരനെ കാണാത്തതിന് പിന്നിൽ ഡർജിസ്റ്റ് ആണെന്ന് വളരെയധികം സംശയമുണ്ട്. ഡർജിസ്റ്റ് അപ്പോൾ കൊട്ടാരത്തിനടുത്ത് പണിയുന്ന ബിൽഡിങ്ങിന്റെ
മോഡൽ കാണിച്ചു കൊടുക്കാൻ പുതിയ ബിസിനസ് പാർട്ട്ണറെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ പണിയാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ മോഡലുകൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ലേഡി, അപ്പോൾ ഇവിടെയുള്ള മൃഗങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവരെയൊക്കെ ഇവിടുന്ന് ഓടിച്ചു കളയാം എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു എലി കേൾക്കുന്നുണ്ടായിരുന്നു. ആ എലി ഈ കാര്യം മറ്റു മൃഗങ്ങളോട് പറയാനായി അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മുടെ ഗാർഫീൽഡിനെ കാണിക്കുകയാണ്. തൻ്റെ ഇഷ്ട ഭക്ഷണമൊക്കെ വയറു നിറച്ച് കഴിച്ച് ഗാർഫീൽഡ് കൊട്ടാരത്തിലേക്ക് എത്തി. കൊട്ടാരത്തെ കണ്ട ഗാർഫീൽഡ്, എന്തു വലിയ കൊട്ടാരമാണ്, എന്നെ എന്തിനാണ് ഇവിടേക്ക് കൊടുന്നത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. മൈക്കിൾ ആണെങ്കിൽ സാധാരണ രാജകുമാരനെ എങ്ങനെയാണോ ആനയിക്കുന്നത് അതുപോലെ തന്നെ ഗാർഫീൽഡിനോടും പെരുമാറുന്നു. ഗാർഫീൽഡിനെ കണ്ട രാജകുമാരൻ്റെ മന്ത്രി, നിങ്ങൾ എവിടെയായിരുന്നു രാജകുമാര? ഞങ്ങൾ എവിടെയൊക്കെ തിരഞ്ഞു, ഇപ്പോൾ നിങ്ങൾ സേഫായിട്ടല്ലേ ഇവിടേക്ക് തിരിച്ചെത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗാർഫീൽഡ്, ആരാണ് നിന്റെ രാജകുമാരൻ, ആരാണ് നീ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡോഗ്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളെ വെയിറ്റ് ചെയ്ത് എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് അറിയുമോ എന്ന് പറഞ്ഞ് മൃഗങ്ങളുടെ അടുത്തേക്ക് ഗാർഫീൽഡിനെ കൊണ്ടുപോകുന്നു. ഗാർഫീൽഡിനെ കണ്ട മൃഗങ്ങൾ ആദ്യം വണങ്ങുന്നു. അപ്പോൾ ഗാർഫീൽഡ്, എന്നെ കാത്ത് ഇത്ര പേരുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവരോട്, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ ജോണിനെ പിരിഞ്ഞതിൽ എനിക്ക് സങ്കടവുമുണ്ട്, ഇനി മുതൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള മൃഗങ്ങൾ, ഇതെന്തു പറ്റി നമ്മുടെ രാജകുമാരന്? അപ്പോൾ വേറൊരു മൃഗം, ഇത് നമ്മുടെ രാജകുമാരനല്ലെന്നാ തോന്നുന്നത്, ഇത് മാറി വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള മൃഗങ്ങൾ, നമ്മൾ അഡർജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രാജകുമാരൻ തിരിച്ചു വരുന്നത് വരെ ഈ പൂച്ചയെ നമ്മൾ എങ്ങനെയെങ്കിലും രാജകുമാരനായി കാണണം, അല്ലെങ്കിൽ അഡർജിസ്റ്റിൻ്റെ പദ്ധതി പോലെ നമ്മൾ ഇവിടെ നിന്ന് പുറത്താകേണ്ടി വരും എന്നും ആ മൃഗങ്ങൾ പറയുന്നു. പിന്നീട് നമ്മുടെ ശരിയായ രാജകുമാരനെ കാണിക്കുകയാണ്. ജോൺ രാജകുമാരനെ കുളിപ്പിച്ച് വളരെ വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ ജോൺ, ഇന്ന് നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാജകുമാരൻ, എൻ്റെ കൊട്ടാരത്തിൽ ദിവസവും ഫംഗ്ഷൻസ് ഉണ്ടാകാറുണ്ട്. എന്നിട്ട് ഓഡിയോട് പറയുകയാണ്, ഞാൻ അവൻ്റെ പൂച്ചയല്ല, കൊട്ടാരത്തിലെ രാജകുമാരനാണെന്ന് അവനോട് പോയി പറയുമെന്ന് പറയുമ്പോൾ ഓടി തൻ്റെ വാൽ പിടിച്ച് കളിക്കുകയാണ്. അപ്പോൾ രാജകുമാരൻ, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. കൊട്ടാരത്തിൽ അപ്പോൾ രാജകുമാരൻ്റെ മന്ത്രി, ഇപ്പോൾ ഉള്ള പൂച്ച രാജകുമാരനല്ലെന്ന് ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗാർഫീൽഡിനോട്, നിങ്ങൾ ഒരു രാജകുമാരനാണ്, നിങ്ങളുടെ രക്തത്തിൽ രാജവംശമാണ് കലർന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ കൊട്ടാരത്തിലെ പൂർവികരുടെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു. അതിലെല്ലാത്തിലും ഗാർഫീൽഡിൻ്റെ പൂർവികരുടെ ഫോട്ടോസും ഉണ്ടാകും. അപ്പോൾ ഗാർഫീൽഡ്, അപ്പോൾ ഞാനും ഒരു രാജവംശമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോഗ് അതെ എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ പറഞ്ഞത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഗാർഫീൽഡ്, എന്നാൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോഗിനോട്, നീ കാല് പൊന്തിക്ക്, ആ കൈ പൊന്തിക്ക് എന്നൊക്കെ ആജ്ഞാപിക്കുന്നു. അതേപോലെ തന്നെ ആ ഡോഗും ചെയ്യുന്നു. എന്നിട്ട് ഗാർഫീൽഡിനെ അവിടുത്തെ റൂം കാണിച്ചു കൊടുക്കുന്നു. റൂം കണ്ട ഗാർഫീൽഡ്, ഇതൊക്കെ ഞാൻ TV-യിൽ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ റൂമിൽ ആ ബെഡിൽ ചാടി കളിക്കുകയാണ്. എന്നിട്ട് ഡോഗ് രാജകുമാരൻ കളിക്കാറുള്ള ഒരു കുഞ്ഞ് കൊട്ടാരം പോലത്തതും കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗാർഫീൽഡിനോട് ഡോഗ്, അടുക്കള കാണാം എന്ന് പറയുമ്പോൾ ഗാർഫീൽഡ്, അപ്പോൾ അതല്ലേ ആദ്യം കാണിക്കേണ്ടേ എന്ന് പറഞ്ഞ് അടുക്കളയ്ക്ക് പോകുന്നു. ഇത്രയും വലിയ അടുക്കള കണ്ട ഗാർഫീൽഡിന് ആദ്യം ആനന്ദക്കണ്ണീർ വരുന്നു. പിന്നീടുള്ള ആ ടൈം മൊത്തം ഗാർഫീൽഡിൻ്റാണ്. ആ കൊട്ടാരം തലകീയായി മറിക്കുന്നത് ഒഴിച്ച് ഗാർഫീൽഡ് എല്ലാം ചെയ്തു. അവനക്ക് കിട്ടിയ അവസരം അവൻ മാക്സിമം ഉപയോഗിച്ച് ആ കൊട്ടാരത്തിൽ ആടിപ്പാടി നടക്കുകയായിരിക്കും. ഗാർഫീൽഡ് മൈക്കിളിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ താൻ പണിയാൻ പോകുന്ന പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബിസിനസ് പാർട്ട്ണറുമായി നടക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഡർജിസ്റ്റ് ഗാർഫീൽഡിനെ കാണുന്നത്. രാജകുമാരൻ തിരിച്ചു വന്നോ എന്ന് കരുതി ഡർജിസ്റ്റ് പാർട്ട്ണറെ വേഗം വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് മൈക്കിളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, രാജകുമാരൻ തിരിച്ചു വന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ മൈക്കിൾ,
പുറത്തേക്ക് പോയപ്പോൾ കണ്ടതാണ്, അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡർജിസ്റ്റിന്റെ മനസ്സിൽ ഇനിയും ആ പൂച്ചയെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗാർഫീൽഡിന് ഡോഗ് അവിടുത്തെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഏറ്റവും മിനുസമുള്ളതും ഒരുപാട് പ്രതിമകൾ വെച്ചതുമായ റൂം കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഡോഗ് ഇതിലൂടെ മെല്ലെ നടക്കാൻ പാടിയുള്ളൂ, അല്ലെങ്കിൽ കാല് തെറ്റി വീഴും, എന്നിട്ട് ഈ പ്രതിമകളൊക്കെ ഉടയും എന്ന് പറയുന്നു. ഇതൊന്നും എനിക്ക് കാര്യമല്ല എന്ന് പറഞ്ഞ് അതിൽ കൂടെ നടക്കും. അവിടുത്തെ 2-3 ഫ്ലവർ താഴെ വീണ് പൊട്ടുകയാണ്. അപ്പോൾ ഗാർഫീൽഡ് ഇതൊക്കെ ആരെ പൊട്ടിച്ച്, ഇതൊന്നും ഞാനല്ല എന്ന് പറഞ്ഞ് തനിയെ ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയിൽ ചാരി നിന്നതും അത് നിലത്തേക്ക് വീണ് തുടർച്ചയായി വരിയായി ഓരോ പ്രതിമകൾ നിലത്ത് വീഴാൻ തുടങ്ങുന്നു. ഈ ശബ്ദം കേട്ട് രാജകുമാരനെ പിടിക്കാനായി വന്ന ഡർജിസ്റ്റിന്റെ മുകളിലേക്ക് ഒരു പ്രതിമ വന്ന് വീഴുന്നു. എന്നിട്ട് ഗാർഫീൽഡ് ഒന്നും അറിയാത്ത മട്ടിൽ ഇതൊന്നും ഞാനല്ല ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂളായി പോകുന്നു. രാജകുമാരൻ തിരിച്ചു വന്നതുകൊണ്ട് ഡർജിസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഒന്നും വരണമെന്നില്ല, ഞാൻ പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ അതൊന്നും പറ്റില്ല, ഞങ്ങൾ ഈ തിങ്കളാഴ്ച വരും, അതിനുള്ളിൽ രാജകുമാരൻ വന്നാൽ വിൽപത്രം മാറ്റി എഴുതാൻ പറ്റില്ല എന്നും പറയുന്നു. ഇത് കേട്ടിരുന്ന 2 മൃഗങ്ങൾ മന്ത്രിയോട് ചെന്നിട്ട് തിങ്കളാഴ്ച വരെ നമ്മൾ രാജകുമാരനെ എങ്ങനെയെങ്കിലും നോക്കണം, അല്ലെങ്കിൽ രാജകുമാരൻ തിങ്കളാഴ്ചക്കുള്ളിൽ കാണാതാകും എന്ന് ഡോഗിനോട് പറയുന്നു. ഡോഗ് അത് ചെന്ന് ഗാർഫീൽഡിനോട് രാജകുമാരൻ നിങ്ങൾ തിങ്കളാഴ്ച വരെ വളരെ സേഫായി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഡർജിസ്റ്റ് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഗാർഫീൽഡ് എന്നെ എന്തെങ്കിലും ചെയ്യാനോ, അത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി തള്ളിക്കളയുന്നു. എന്നിട്ട് മൃഗങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, എനിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ നല്ല പവറാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി അവിടെ നിന്നും പോകുന്നു. എന്നാലും മൃഗങ്ങൾ രാജകുമാരനെ സംരക്ഷിക്കുന്നത് ഏറ്റെടുക്കുന്നു. എന്നാൽ ദുഷ്ടനായ ഡർജിസ്റ്റ് രാജകുമാരനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞേക്കണം എന്ന് കരുതി രാജകുമാരന്റെ പില്ലോ എടുത്ത് അവിടെയുള്ള റോമ്യൽ എന്ന ഡോഗിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. റോമ്യൽ ഡോഗിന്റെ പ്രത്യേകത അവന്റെ കയ്യിൽ എന്തെങ്കിലും കടിച്ചു കീറാൻ കൊടുത്താൽ അത് ഉപയോഗിക്കുന്ന ആളെ അവൻ അതുപോലെ കടിച്ചു കീറും. ഇതുതന്നെയായിരുന്നു ഡർജിസ്റ്റിന്റെയും ഉദ്ദേശം. ഈ ഉദ്ദേശം അവിടെയുള്ള മൃഗങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രാജകുമാരനെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. റൂമിലുമായി ഡർജിസ്റ്റ് രാജകുമാരന്റെ റൂമിലേക്ക് പോകുന്നു. രാജകുമാരന്റെ റൂമിലെത്തിയ റോമ്യൽ ആ പില്ലയുടെ ഉടമസ്ഥനെ കണ്ടെത്തി കടിച്ചു കീറാനായി രാജകുമാരന്റെ റൂമിലേക്ക് ഓടിക്കയറുന്നു. ഈ മൂവി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട് ഈ മൂവി 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായി വരുന്നത് വരേക്കും ബൈ.